ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ ആഘോഷങ്ങൾക്ക് ഫെബ്രുവരി 18-ന് കൊടിയേറും. ഉത്സവത്തിനുള്ള കൊടിക്കൂറ കൊടിക്കയർ സമർപ്പണം ഫെബ്രുവരി 14-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14-ന് ഉച്ചകഴിഞ്ഞ് 3-ന് ചെങ്ങളം വടക്കത്തില്ലത്ത് ഗണപതി നമ്പൂതിരിയുടെ പക്കൽ നിന്നും കൊടിക്കൂറ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അഭിലാഷ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ, വഴിപാടുകാരൻ രാജേഷ് നാഗവള്ളി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് രഥഘോഷയാത്രയെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 7:45-ന് മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവം ഫെബ്രുവരി 18-ാം തീയതി കൊടിയേറി 27-ാം തീയതി ആറാട്ടോടി അവസാനിക്കുന്ന ഇതിനോടനുബന്ധിച്ചുള്ള കൊടിക്കൂറ ഘോഷയാത്ര ഫെബ്രുവരി 14-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞ് ബ്രഹ്മശ്രീ ഗണപതി നമ്പൂരിയുടെ പക്കൽ നിന്നും ഭക്തിയാർത്ഥം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ക്ഷേത്ര ഉപദേശക സമിതിയും ചേർന്ന് ഏറ്റുവാങ്ങി വാദ്യമേള ഘോഷയാത്രയുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ചടങ്ങുകളെല്ലാം നടന്നു വരുന്നത്. തൻവർഷം കൊടിക്കൂറ സമർപ്പിക്കുന്നത് രാജേഷ് നാഗപ്പള്ളി കാണക്കാരിയാണ്. കൊടിമരച്ചൂട്ടിൽ മന്ത്രി വി എൻ വാസവൻ കൊടിക്കൂറയും കൊടിക്കയറും ഏറ്റുവാങ്ങും. 18 നടക്കുന്ന ഉത്സവത്തിനോടനുബന്ധിച്ച് 25-ന് ചരിത്രപ്രസിദ്ധമായ ഏഴരപ്പൊന്നാന ദർശനവും വലിയ കാണിക്കുകയും 27-ന് ആറാട്ടും നടക്കും. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് അഭിലാഷ്, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ, സെക്രട്ടറി മഹേഷ് രാഘവൻ, പ്രോഗ്രാം കോർഡിനേറ്റർ കെ എൻ ശ്രീകുമാർ, രാജേഷ് നാഗവള്ളി, സമിതി വൈസ് പ്രസിഡന്റ് കെ എൻ ഭുവനേന്ദ്രൻ, അംഗങ്ങളായ ടി എസ് അനീഷ്, എൻ എസ് സുനീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു.